നമ്മൾ നേരെ പോകുന്നത് നന്ദ്യാർ വട്ടത്തിലേക്കാണ്. വേദി 14 അമൽനാഥ് പാടിച്ചാൽ കൂടി ചേരുന്നുണ്ട്. അമൽ സ്ഥിരം വെറൈറ്റി പെർഫോമൻസുകൾ, വെറൈറ്റി തീമുകളൊക്കെ കൊണ്ടുവരുന്ന വേദിയാണ് മോണോ ആക്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും നേരം കണ്ട മോണോ ആക്ട് പെർഫോമൻസ് ഒക്കെ? വിനിഷ, ഇപ്പോൾ വിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ കണ്ടന്റും അത് പരിശോധിക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഉള്ള ആരാധകരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരൊക്കെ സൂചിപ്പിച്ചതും അത്തരത്തിൽ തന്നെയാണ്. ഓരോന്നും ഓരോ ഐറ്റം എടുത്ത് നോക്കുകയാണെങ്കിലും അതിലെ ഈ വിഷയമാണെങ്കിലും അതോടൊപ്പം തന്നെ അവരുടെ അവതരണ ശൈലിയാണെങ്കിലും ഒക്കെ വളരെ മികച്ചു നിൽക്കുന്നു എന്ന പ്രതികരണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ മത്സരാർത്ഥികളൊക്കെ തന്നെ അവരുടെ മത്സരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ മോണോ ആക്ടിൻ്റെ വേദിയിൽ നിന്നും താരമായ മറ്റൊരാളെ കൂടി നമുക്ക് പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. ഈ മോണോ ആക്ട് പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. കലാഭവൻ നൗഷാദ് എന്നാണ് പേര്. അദ്ദേഹത്തിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ഇവിടെ 1-2 മത്സരാർത്ഥികളല്ല 10 മത്സരാർത്ഥികളാണ് ഈ മോണോ ആക്ടിൻ്റെ ഈ വേദിയിൽ ഇന്ന് മത്സരിക്കുന്നുള്ളത്. നമുക്ക് മാഷിലേക്ക് തന്നെ പോവാം. പക്ഷേ അത് ഒരു ചെറിയ കാര്യമല്ല ഈ 10 കുട്ടികൾ മത്സരിക്കുന്നു എന്നുള്ളത്. പക്ഷേ മാഷെ സംബന്ധിച്ച് അതൊരു ചെറിയ നമ്പറാണെന്ന് തോന്നുന്നു അല്ലേ? അത് ഈ വർഷം ചെറിയ നമ്പറാണ്. കാരണം കുറേ കുട്ടികൾ പ്രൈസ് കിട്ടാത്ത കുട്ടികളാണല്ലോ കൂടുതൽ. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ എത്തിക്കാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷം തോന്നുന്നു. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ? പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ഒരു കഴുകൻ്റെ കൺസെപ്റ്റ്, പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ. ഇപ്പോൾ ട്രാൻസ്ജെൻഡറിൻ്റെ ചെയ്തപ്പോൾ അവരുടെ പ്രതിനിധികൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഓഡിയൻസിൻ്റെ ഇടയിലിരുന്ന് കരയുന്നത് കാണുമ്പോൾ ഞാൻ ചെയ്ത വർക്ക് അത്രയ്ക്കും അവർക്ക് ഹെർട്ട് ചെയ്തു എന്നുള്ളത്, അവരെ സ്വീകാര്യമായി എന്നുള്ളത് അറിയുമ്പോൾ അതൊരു അവാർഡായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ റിലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ, പ്രസിൻ്റെ വിഷയങ്ങളായാലും, പിന്നെ ഇപ്പോൾ വരാനിരിക്കുന്ന വിഷയങ്ങൾ, ഇപ്പോൾ നാളത്തെ വിഷയങ്ങൾ, അതെല്ലാം നാളത്തെ വിഷയങ്ങൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ, കുഴപ്പമില്ലല്ലോ, സസ്പെൻസ് ആയിട്ട് തന്നെ നിൽക്കട്ടെ. ഇന്നിപ്പോൾ ഡ്രഗ്സിന് അഡിക്റ്റായിട്ട് വരുന്ന കുട്ടികളുടെ വിഷയം, എന്തുകൊണ്ട് കുട്ടികൾ ഡ്രഗ്സിന് അഡിക്റ്റ് ആവുന്നു എന്നുള്ളത് അതൊരു വിഷയമായിരുന്നു. ട്രാൻസ്ജെൻഡർ വിഷയമായിരുന്നു. കഴുകൻ്റെ വിഷയം വന്നു. പിന്നെ വരുന്നത് കഴുകൻ എന്ന് പറയുമ്പോൾ എന്താ ആ ഒരു കൺസെപ്റ്റ് എന്താണ്? കഴുകൻ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട വൃത്തികെട്ട ഒരു പക്ഷിയാണ് കഴുകൻ. പക്ഷെ ആ വൃത്തികെട്ട കഴുകനാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്നത്. ഏറ്റവും ഉയരത്തിൽ പറക്കുന്നവൻ ഈ വൃത്തികെട്ട കഴുകനാണ്. എല്ലാം മണത്തറിയാൻ കഴിയുന്നവൻ ഈ വൃത്തികെട്ട കഴുകനാണ്. ആ കഴുകൻ നമ്മുടെ സമൂഹത്തിലിറങ്ങുമ്പോൾ കൊത്തിവലിക്കുന്നത്, നമ്മളുടെ സമൂഹത്തിനെ കൊത്തിവലിക്കുന്നത് ഇന്ന് നമുക്ക് നമ്മുടെ സ്ത്രീജനങ്ങൾ കണ്ടെത്തേണ്ട വിഷയം എന്നുള്ള രീതിയിൽ അധികാരം ഉപയോഗിച്ച് സ്ത്രീ ചൂഷണത്തിന് പവർ ഉപയോഗിച്ച്, അധികാരത്തേക്കുള്ള അധികാരം മാത്രമല്ലല്ലോ, പവർ. അതാണല്ലോ പവർ എന്ന് പറയുമ്പോൾ. പവർ എന്ന് പറയുന്നത് അധികാരം മാത്രമല്ല, കൈക്കരുത്താവാം, പിന്നെ എന്താണ് പണം കൊണ്ടുള്ള ഇതാവാം, പിന്നെ ഈ പറഞ്ഞ പോലെ സ്ഥാനമാനങ്ങളാവാം. ഇതെല്ലാം ഉള്ള കഴുകൻ, ഇത് വൃത്തികെട്ട കഴുകൻ, മനുഷ്യൻ്റെ ശവം മാത്രം ഭക്ഷിക്കുന്ന കഴുകൻ നാട് ഭരിക്കുന്നതിൻ്റെ രാഷ്ട്രങ്ങളുടെ പ്രതീകമായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇന്ന് വലിയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ ഇതായിട്ട്, അതായത് മത്സരത്തിൻ്റെ ഭാഗമായി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് വലിയ സന്തോഷമുണ്ടല്ലേ? വലിയ സന്തോഷമുണ്ട്. കാരണം അതെല്ലാം പിന്നെ കൊണ്ടുവരാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്, അതും സന്തോഷമല്ല. കൊണ്ടുവരാൻ പറ്റാത്ത, കാരണം നമ്മൾ ഇത്തവണ ഒരുവിധം എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വന്നിരുന്നു. പക്ഷേ ചില സ്ഥലത്തൊക്കെ, കാരണം ഇതിൻ്റെ അപ്പുറത്തൊരു എന്താ പറയുക, നമ്മൾ ഓൺ ദാറ്റ് ഡേയ്സ് ലക്ക്, അന്നത്തെ ഒരു ഏറ്റവും, അതായത് യേശുദാസ് ഏറ്റവും നന്നായിട്ട് പാടിയത് പനി പിടിച്ച് കിടക്കുമ്പോഴാണെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ ചില സമയങ്ങളിൽ ചില കുട്ടികൾക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയാതെ പോയതിൻ്റെ പേരിൽ പിന്തള്ളപ്പെട്ടവരുണ്ടാവാം. അപ്പോൾ അവരുടെ അപ്പോൾ അതേകൂടെ തന്നെ ഒരു കൗതുകമല്ല എനിക്ക് തോന്നിയ ഒന്നാണ്. അതായത് മാഷോട് ഒരു 2 ദിവസം മുന്നേ സംസാരിച്ചിരുന്നു. അപ്പോൾ മാഷ് പറഞ്ഞത് ചില സബ്ജക്റ്റ് ഉണ്ട്, പക്ഷേ അത് ചിലപ്പോൾ അതിൽ മാറ്റം വരും എന്നൊക്കെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ 2 ദിവസം കൊണ്ട് എങ്ങനെയാണ് കുട്ടികൾ ഇത് പഠിച്ചെടുക്കുന്നത്, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ ഈ മോണോ ആക്ട് പഠിക്കുമ്പോൾ ആ സബ്ജക്റ്റ് പഠിക്കുക എന്നതിനപ്പുറം എങ്ങനെ അത് പഠിച്ചെടുക്കണം, അങ്ങനെ ഓരോ ഘട്ടമായിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. അതായത് മോണോ ആക്ട് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഹൗ ടു സ്റ്റഡി എ മോണോ ആക്ട്. മോണോ ആക്ട് പഠിപ്പിക്കുകയാണ് ഫസ്റ്റ്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മോണോ ആക്ട് ചെയ്യാൻ പ്രശ്നമില്ല. ഞാൻ ചെയ്തിരുന്നതും അങ്ങനെ തന്നെയാണ്. പിന്നെ സ്റ്റേജ് എക്സ്പീരിയൻസ്,
അത് കലാഭവൻ്റെ സ്റ്റേജ് എക്സ്പീരിയൻസ് ഇതിനെനിക്ക് എവിടെ ചിരിക്കും, എവിടെ കരയും, എവിടെ കയ്യടി വരും എന്നുള്ളത് എനിക്ക് ഒരു അനുഗ്രഹമായിട്ട് കിട്ടിയതാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഞാൻ ആക്ട് ചെയ്ത് നോക്കിയ ടൈമിങ്ങും നോക്കിയതിന് ശേഷമാണ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തന്നെ എഴുതുന്നു എന്നുള്ളത് ഞാൻ വിഷ്വൽ കണ്ടുകൊണ്ട് എഴുതുന്നത് കൊണ്ട് അതെനിക്ക് എളുപ്പമാവുന്നു. അപ്പോൾ മൊത്തത്തിൽ ഈ മോണോ ആക്ടിൻ്റെ വേദി എന്ന് പറയുമ്പോൾ ഈ കലോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദികളിൽ ഒന്നാണെന്ന് തന്നെ പറയണം. അതായത് നമുക്കിപ്പോൾ ഇവിടെ എത്തിയ ആസ്വാദകരുടെ ആ ഒരു നമ്പർ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വലിയൊരു തിരക്കുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഈ ആസ്വാദകർ ഇതിനെ അത്രയധികം ഇഷ്ടപ്പെടുന്നത്? അത് നമ്മളുടെ വിഷയമല്ലേ പറയുന്നത്. നമ്മൾ പ്രകൃതിയുടെ മുഖരമാണ് കല എന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഇടയിലുള്ള വിഷയങ്ങൾ നമ്മൾ തന്നെ അത് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുമ്പോൾ അത് കാണുക എന്നുള്ളത്, നമ്മുടെ പ്രതികരണം അറിയുക എന്നുള്ളത് വലിയ കാര്യമല്ലേ. ഇത് സ്റ്റേജ് എന്നെ സംബന്ധിച്ചിടത്തോളം പണ്ട് സ്റ്റേജ് നമ്പർ 1ലും 2ലും ആയിരുന്നു മോണോ ആക്ട്. ഇത് ഇപ്പോൾ ഈ മോണോ ആക്ട് കാണാൻ വേണ്ടി മാത്രം ഇത്ര അകലെയെന്ന് വരെ വന്ന ആൾക്കാർ കാണുമ്പോൾ അടുത്ത വർഷം ഒരു സ്റ്റേജ് മെയിനായിട്ടുള്ള സ്റ്റേജുകളിൽ ആദ്യത്തെ സ്റ്റേജുകളിലേക്ക് കൊടുക്കണം. ഇത് സാധാരണക്കാരൻ്റെ കലയാണ്. എന്താ പറയുക, മിമിക്രി ആയാലും മോണോ ആക്ട് ആയാലും. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻസ് കിട്ടണം. അപ്പോൾ സാധാരണക്കാരുടെ വിഷയങ്ങൾ എടുത്താണ് ഈ മോണോ ആക്ട് പോലുള്ള കലാരൂപങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യമുള്ള വിഷയങ്ങളെ തന്നെയാണ് മോണോ ആക്ടിലൂടെ ഇവിടെ മത്സരാർത്ഥികൾ ഒക്കെ തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ അല്ലെങ്കിൽ ആസ്വാദകർ സ്വീകരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വേദി 14 നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഫിനിഷ. യെസ് അമൽ, അങ്ങനെ സമകാലീന സംഭവങ്ങളൊക്കെ കോർത്തിറക്കിക്കൊണ്ടാണ് എക്കാലത്തും മോണോ ആക്ട് വേദികൾ സജീവമായിട്ടുള്ളത്. ഏത് മത്സരമായാലും അത് മോണോ ആക്ട് ആവട്ടെ, ഭരതനാട്യമാകട്ടെ, അതിനുള്ള ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അത്രയധികം വലുതാണ്. ഒരു കലയും ചെറുതല്ല, അതിനത്രത്തോളം മൂല്യമുണ്ട്. അത്രത്തോളം എഫേർട്ട് എടുത്താണ് ഓരോ കലകളിലേക്കും ഓരോ മത്സരാർത്ഥികൾ ഒരു വർഷത്തെ സബരിയയിലൂടെ, കാരണം ഒരു കലോത്സവം കഴിഞ്ഞ് അടുത്ത കലോത്സവത്തിനേക്കായി കാത്തിരിക്കുന്ന ഒരു വർഷത്തെ സബരിയയിലൂടെ സ്വായത്തമാക്കിയ കലാപ്രകടനങ്ങൾ വിസ്മയ പ്രകടനങ്ങളാണ് കലോത്സവ വേദികളെ സമ്പുഷ്ടമാക്കുന്നത്.